പ്രകൃതിദത്തമായ ഒരു സൗകര്യവും തുറമുഖത്തിനുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 മീറ്റർ ആഴമുണ്ട് വിഴിഞ്ഞത്ത്. ആ 20 മീറ്റർ ആഴമുള്ളത് കൊണ്ട് സാധാരണ ഏറ്റവും കൂറ്റൻ കപ്പൽ വന്നാൽ 14-15 മീറ്റർ ആഴം വേണ്ടിവരും. അങ്ങനെ MSCയുടെ കപ്പൽ ഇവിടെ വന്നപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടായില്ല. മറ്റ് തുറമുഖങ്ങളിൽ ലോകപ്രശസ്തമായ മറ്റ് തുറമുഖങ്ങൾക്കെല്ലാം ഉള്ള കുഴപ്പം ഓരോ വർഷവും ഡ്രഡ്ജ് ചെയ്തെങ്കിലേ പിന്നെ ആ സ്ഥലം മുന്നോട്ട് പോകും. ഇവിടെ എന്തൊരു ഗുണം എന്ന് പറയാം, ഇതിൻ്റെ അടി മുഴുവൻ പാറയാണ് വിഴിഞ്ഞത്തിൻ്റെ. അപ്പോൾ വിഴിഞ്ഞത്തിന് പ്രകൃതിദത്തമായ സൗകര്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. ഇത്രയും സൗകര്യമുള്ള ഒരു സ്ഥലം വേറെയില്ല. മറ്റൊന്ന്, 10 നോട്ടിക്കൽ മൈൽ അകലെ അന്താരാഷ്ട്ര കപ്പൽശാലയാണ് വിഴിഞ്ഞത്തിന്. കൊച്ചി പോലും പൊല്ലാർപാടത്തിൻ്റെ വരുമ്പോൾ കൊച്ചി പോലും 73 നോട്ടിക്കൽ മൈൽ അകലെയാണ് അന്താരാഷ്ട്ര കപ്പൽശാല. ഇവിടെ 10 മൈലിൽ അകലെ അന്താരാഷ്ട്ര കപ്പൽശാല. അപ്പോൾ എല്ലാ ഷിപ്പിനും ഇങ്ങോട്ട് അടുത്ത് വരാൻ കഴിയും. ഒരേ സമയത്ത് 3 ഷിപ്പ് വന്ന് നമ്മുടെ തീരം തൊട്ട് ചരക്കിറക്കുന്നു, കണ്ടെയ്നർ ഇറക്കുന്നു. ഒരേ സമയത്ത് 3 ഷിപ്പ് വന്നത്. ഇങ്ങനൊരു സൗകര്യമുള്ള തുറമുഖം ഇന്ത്യയിൽ നല്ല ലോകത്തെവിടെയില്ലെന്ന് ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്തു വരും. അപ്പോൾ ലോകത്തെ 4-5 തുറമുഖങ്ങൾ എടുക്കുമ്പോൾ അതിലൊന്നായി വിഴിഞ്ഞം മാറും. ഇന്ത്യയിലെ നമ്പർ 1 ആകും. നമ്മുടെ ചരക്ക് ഗതാഗതം 75% മുമ്പ് പോയിക്കൊണ്ടിരുന്ന കൊളംബോയാണ്. അത് മുഴുവൻ ഇവിടെ വരും. ഇപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. നമ്മൾക്ക് മുടക്ക് മുഴുവൻ ആയില്ലല്ലോ. നമ്മൾ മുടക്കിയിട്ടുള്ള തുകയെല്ലാം വരണമെങ്കിൽ ഇനിയും കുറച്ചുകൂടി സമയം മുന്നോട്ട് പോകുന്നു. നമ്മൾ ട്രയൽ റൺ കഴിഞ്ഞതല്ലേ ഉള്ളൂ. നമ്മൾ പിന്നെ പ്രവർത്തനത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ട്രയൽ റൺ 3-ാം തീയതി തീർന്നു, ഡിസംബർ 3-ന്. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എനിക്ക് അവർ കൊണ്ടുതന്നു. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ ഡേറ്റ് ചോദിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ഡേറ്റ് കിട്ടിയ ഉടൻ തന്നെ നമ്മൾ കമ്മീഷൻ ചെയ്യും. കമ്മീഷൻ ചെയ്ത് അടുത്ത ഘട്ടം 2, 3, 4 ഘട്ടം ഇത് സംബന്ധിച്ച് എഗ്രിമെൻ്റ് ഉണ്ടാക്കി. 2028ഓടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിൻ്റെ പൂർണ്ണ നിലയിൽ എത്തിക്കുന്നതിന് വേണ്ടി കരാറായി കഴിഞ്ഞു. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം വരേണ്ടത് ഇനി റെയിൽവേ കണക്ടിവിറ്റിയും റോഡ് കണക്ടിവിറ്റിയാണ്.